ഭാര്യാഭർത്തൃക്കൾക്കിടയിൽ വരുന്ന പിണക്കങ്ങൾ, അകന്നുപോക്ക്, സ്വരച്ചേർച്ചയില്ലായ്മ, അങ്ങനെ ഏത് കാര്യത്തിനും ഈ പൂജ കൊണ്ട് പരിഹാരമുണ്ടാവും. മൂർത്തി, കാര്യങ്ങളൊക്കെ എന്തായി? നാളെ മുതൽ ഇവിടെ പൂജയും പരിപാടിയൊക്കെ. പിന്നെ സിത്താര ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചു നോക്കിയപ്പോ കുറച്ചുകൂടി വൈകിയേ എത്തുള്ളൂ എന്നാ പറഞ്ഞത്. വരുമ്പോ വരട്ടെ, എന്തായാലും കണ്ടല്ലേ പറ്റൂ. ഇവിടെ എവിടെയാ താമസ സൗകര്യമൊക്കെ? അമ്പലത്തിന്റെ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോവാം. സിത്താര വരുമ്പോ എന്നെ അറിയിച്ചാ മതി. ശരി. നിങ്ങളെന്താ ഇവിടെ? അമ്മയുടെ ഒരു നേർച്ചയാ ഇവിടുത്തെ ദമ്പതി പൂജയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ വന്നതാ. അല്ല, അവന്തിക്ക് എന്താ ഇവിടെ? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. പിന്നെ തൊഴുത് പൂജയൊക്കെ കണ്ടിട്ട് പോവാന്ന് കരുതി. നിങ്ങള് പൂജയ്ക്ക് വന്നത് നന്നായി. അത്രയ്ക്കും ശക്തിയുള്ള പൂജയെന്നാ കേട്ടിട്ടുള്ളത്. സമൃദ്ധയുടെ ഇപ്പോഴുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റും. എന്നാ ഞങ്ങള് ആയിക്കോട്ടെ, സമയം പോലെ സമൃദ്ധ ഇറങ്ങ്. നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം. വാ. ഭാര്യയും ഭർത്താവും അല്ലാത്ത രണ്ടുപേര് ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കുന്നു. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ ഇത് വലിയൊരു പൂജയാ. ഉറപ്പായും ഫലം കിട്ടുന്ന പൂജ. ഈ പൂജയോടെ ഗോകുലം അർച്ചനയെ നല്ല പോലെ അടുക്കും. അപ്പോ സച്ചിയുടെ കാര്യം മൊത്തത്തിൽ ഗോവിന്ദ. ഇവളും സച്ചിയും അടുക്കുന്നത് ഈശ്വരന് പോലും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അതല്ലേ ഇവരെ ഇവിടെ എത്തിച്ചത്. എന്തായാലും പൂജയിൽ പങ്കെടുക്കട്ടെ. ഗോകുലം അർച്ചനയും കൂടുതൽ അടുക്കട്ടെ. ഇനി നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. ഈശ്വരനായി തന്നെ എല്ലാം ചെയ്തോളൂ.